നിന്റെ കരമല്ല, ദൈവത്തിന്റെ വിരലാണ്. എനിക്കറിയാം നിയന്ത്രിപ്പാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചിലരുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഇത് നിന്റെ ജയത്തിന്റെ രാത്രിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ജയത്തിന്റെ രാത്രിയാണ്. ഈ രാത്രി പ്രതികരിക്ക്. സ്വർഗം നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. നിന്റെ കൂടെ അവന്റെ സാന്നിധ്യം സഞ്ചരിക്കും. ഒരഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഇത് നിന്നെ ചെറുതാക്കുന്ന രാത്രിയല്ല, നിന്നെ വലുതാക്കുന്ന രാത്രിയാണ്. നിന്റെ അകത്ത് ഇന്നലെ സൃഷ്ടിച്ചതിനെ ഇന്ന് പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. നാളെ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത പുതിയ ചില വേദികൾ, പുതിയ ശുശ്രൂഷകൾ നിന്റെ മേൽ സ്വർഗം പകരുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ നല്ല സമയത്തിന് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ ഉച്ചകഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ സന്നിധിയിലേക്ക് കർത്താവിൻ്റെ വചനമായിട്ട് വരാനായിട്ട് കർത്താവ് ഒരുക്കിയ ഭാഗ്യ നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. വോയിസ് ഓഫ് പീസ് എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന പ്രോഗ്രാമുകൾ അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് അറിയുവാനിടയായതിൽ ഒത്തിരി സന്തോഷം. ധാരാളം ഫോൺ കോളുകൾ ഞങ്ങൾക്ക് വന്നു. കഴിയുന്നത്ര ഫോൺ കോളുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുകയും പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് തുടർമാനമായി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു വരുന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, അനേകർക്ക് ലഭിക്കുന്ന റിസൾട്ടും കൂടെ, മറുപടി കൂടെ അവർ വിളിച്ച് പറയുന്നുണ്ട്. എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇന്ന് ഈ സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. വോയിസ് ഓഫ് പീസിൻ്റെ ഈ പുതിയ എപ്പിസോഡിൽ എനിക്ക് 1-2 മെസ്സേജുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കിട്ടിയ മെസ്സേജ് പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തൊരു നല്ല കുടുംബമുണ്ട്. ദോഹയിലുള്ള ഒരു കുടുംബമാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് പ്രസംഗിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവരാണ് ഇവിടെ ഈ TV-യിൽ എനിക്ക് വരാനുള്ള മുഖാന്തരമായി തീർന്നത്. അതുകൊണ്ട് ആദ്യം അവർക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കൊച്ചു മെസ്സേജ് പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾക്ക് ഒരുക്കിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഈ പവർ വിഷൻ TV ചാനൽ മുഖാന്തരം എനിക്ക് ഈ ദൈവജനത്തോടും ഈ ശ്രോതാക്കളോടും കർത്താവിൻ്റെ വചനം പറയാനായിട്ടൊരവസരം ദൈവം തന്നതുകൊണ്ട് സ്തോത്രം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ദോഹയിലുള്ള ആ വാത്സല്യ കുടുംബത്തിനായി സ്തോത്രം. പ്രിയങ്കിളിനെയും പ്രിയ സിസ്റ്ററേയും കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. തീർച്ചയായിട്ടും അവർക്ക് അങ്ങ് നന്മ കൊടുത്തതുകൊണ്ട് മാത്രമാണ്, അവരുടെ ഉള്ളിൽ അങ്ങ് മനസ്സ് കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു എപ്പിസോഡിൽ കൂടെ എനിക്ക് കർത്താവിൻ്റെ വചനം ഈ ലോകവ്യാപകമായി പറയാൻ അവസരം ഉണ്ടായത്. തീർച്ചയായിട്ടും അങ്ങ് കുടുംബത്തെ അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അരമണിക്കൂറത്തെ ഈ മെസ്സേജ് കൊണ്ട് ഇവർക്കെല്ലാം ഒരു ആശ്വാസവും ഒരു വലിയ അനുഗ്രഹവും വലിയൊരു സമാധാനവും ഉണ്ടാകുവാൻ സ്വർഗം സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞാൻ ആശംസിക്കുന്നു. ഈ വോയിസ് ഓഫ് പീസ് എന്ന് പറയുന്ന ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേൾവിക്കാരുടെ ഉള്ളിൽ സമാധാനമുണ്ടാകുന്ന, ആശ്വാസമുണ്ടാകുന്ന ബൈബിൾ വാക്യങ്ങൾ ശാന്തമായി പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു എപ്പിസോഡാണ് ഈ TV പ്രോഗ്രാം. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് ഇങ്ങനെ പറയണമെന്ന് നിയോഗം നൽകിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെയുള്ള വചനങ്ങൾ പറഞ്ഞു തന്നിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശുശ്രൂഷയിലായിട്ട് കുറേ വർഷങ്ങളായി പല സ്ഥലത്തും ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു, പല രാജ്യങ്ങളിൽ സന്ദർശിക്കാൻ പോകുന്നു, ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകളിൽ കടന്നു പോകുന്നു. ഒത്തിരി ആൾക്കാരുമായിട്ട് പേഴ്സണലായിട്ട് പരിചയപ്പെടുന്നതുകൊണ്ട് അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ അവർക്കെല്ലാം ഒരു ആശ്വാസം, ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസം ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ എപ്പിസോഡ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. 25 മിനിറ്റ്സ് ആണ് ഈ എപ്പിസോഡുള്ളത്. ആ 25 മിനിറ്റ് നിങ്ങൾ എങ്ങും പോകാതെ
എൻ്റെ മെസ്സേജ് കേൾക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കരുതുന്ന ദൈവം, അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. കരുതുന്നവനായ ഒരു ദൈവമുണ്ട്. സ്തോത്രം. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ അതിന് ആധാരമായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്നും വായിക്കാൻ ആഗ്രഹിക്കുന്ന വാക്യം 1 പത്രോസിൻ്റെ ലേഖനമാണ്. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നൽകി തരാം. 1 പത്രോസിൻ്റെ ലേഖനം ബൈബിളിനകത്തുള്ള ഒരു പുസ്തകമാണ്. പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഞാനത് ഒന്നുകൂടെ പറയാം. അവനെന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണ്, ദൈവത്തെക്കുറിച്ചാണ്. ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഈ വാക്യം. ആ വാക്യത്തിനകത്തൂടെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾക്കായി കരുതുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. കാരണം നമുക്ക് വേണ്ടി കരുതാൻ ഈ ഉലകത്തിൽ ആരുമില്ല. എല്ലാവരോടുമല്ല ഞാൻ ഈ പറയുന്നത്. ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാരം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് വേണ്ടി കരുതാൻ ഈ ഉലകത്തിൽ ആരുമില്ല. മാത്രമല്ല, കരുതുന്നതിനെല്ലാം ഒരു ലിമിറ്റേഷനുണ്ട്. എല്ലാവരുടെ കരുതലിനും ഒരു ലിമിറ്റേഷനുണ്ട്. അതെല്ലാം കണക്കുകളുണ്ട്. സ്തോത്രം. അപ്പം നിങ്ങൾക്കായി കരുതുന്നു. ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി കരുതുന്നതിന് ഒരു കണക്കുമില്ല, ലിമിറ്റേഷൻസ് ഇല്ല, പരിധിയില്ലാതെ കരുതുന്നൊരു ദൈവമുണ്ട്. ഇനി മാത്രമല്ല, അതുകൊണ്ട് പത്രോസ് പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും, നിങ്ങളുടെ മനസ്സിനകത്ത് അലട്ടുന്ന നിങ്ങളുടെ ഭാരവും സകല ടെൻഷനും സകല ചിന്താകുലവും ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. കാരണം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ചിന്താകുലപ്പെട്ട് നിരാശപ്പെട്ട് നടക്കേണ്ടതില്ലെന്നാണ് ഈ വിശുദ്ധ ബൈബിളിൽ നമ്മളിപ്പോൾ വായിച്ച വാക്യം. ഇനി ഞാനിതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, വിവരണം കൂടെ നിങ്ങളുടെ മുമ്പാകെ പറയാം. ഇത് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഒരു വാത്സല്യ ശിഷ്യനാണ്. പേര് പത്രോസ് എന്നാണ്. ഏതാണ്ട് 3.5 വർഷം യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഭൂമിയിൽ നടന്ന് ശുശ്രൂഷ ചെയ്ത് യേശുവിൻ്റെ മരണശേഷം ദീർഘകാലം ഈ ഭൂമിയിൽ പാർത്ത് കർത്താവിൻ്റെ വചനം അറിയിച്ച് പ്രസംഗിച്ച് അവസാനം രക്തസാക്ഷിയായി മരിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ് പത്രോസ് ലീഗ. അദ്ദേഹത്തിൻ്റെ ലേഖനമാണ് ഈ ലേഖനം. ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, ഏത് സമയത്തും ഇത് ജീവൻ തരുന്നൊരു പുസ്തകമാണ്. നമ്മളെ ജീവിപ്പിക്കുന്ന പുസ്തകമാണ്. ഇത് വായിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ അകത്തൊരു ജീവനുണ്ടാകും. കാരണം ഇതെല്ലാം തന്നെ ഓരോ മനുഷ്യൻ്റെ അനുഭവത്തിൽ കൂടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ, എന്തെങ്കിലും ഒന്ന് എഴുതണമല്ലോ എന്നോർത്ത് പ്രബന്ധമോ തിയറിയോ ഒന്നുമല്ല. പ്രാക്ടിക്കൽ ലൈഫിനകത്ത് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പറ്റി കുറിച്ച് വച്ചിരിക്കുന്നതാണ് ഈ ബൈബിൾ. അതുകൊണ്ടാണ് ഇത് എത്ര വട്ടം വായിച്ചാലും നമുക്ക് ബോറിങ് വരത്തില്ല. ബാക്കി എല്ലാ പുസ്തകവും നമുക്ക് ബോറിങ് വരും. പത്രം വായിച്ചാലോ മറ്റു പുസ്തകങ്ങൾ വായിച്ചാലോ ഒക്കെ നമുക്ക് ബോറിങ് വരും. കണ്ടിന്യൂസ്ലി വായിക്കാൻ നമുക്ക് ഒരു പുസ്തകവും പറ്റത്തില്ല. പക്ഷേ ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എത്ര പ്രാവശ്യം വായിച്ചാലും ഒരിക്കലും ബോറിങ് വരത്തില്ല. കാരണം ഇത് മനുഷ്യൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ എഴുതിയിട്ടുള്ളതൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ആശ്വാസം വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ പത്രോസാണ് പറഞ്ഞേക്കുന്നത്. പത്രോസിൻ്റെ ലൈഫ് മാത്രം നിങ്ങളുടെ മുമ്പാകെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനാണ് ഇന്ന് പകൽ ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കൂടെ 3.5 കൊല്ലം നടന്ന പത്രോസിൻ്റെ ജീവിതം പഠിച്ചാലും അതിനുശേഷമുള്ള ലൈഫ് പഠിച്ചാലും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ആ മനുഷ്യൻ കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്, നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അപ്പോൾ എന്തുകൊണ്ട് പത്രോസ് ഇത് പറയുന്നു? പത്രോസിൻ്റെ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇത് അനുഭവമാക്കിയിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാം. യേശു ക്രിസ്തുവിൻ്റെ കാലം അല്ലെങ്കിൽ പത്രോസിൻ്റെ ആ കാലം പഠിക്കുമ്പോൾ യഹൂദന്മാർക്ക് രാഷ്ട്രീയമായി അധികാരമില്ലാത്തൊരു കാലത്തിലാണ് പത്രോസിൻ്റെയൊക്കെ ജനനവും ജീവിതവും. അന്ന് യഹൂദന്മാരെ ഭരിക്കുന്നത് റോമ ഗവൺമെൻറ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം റോമ ഗവൺമെൻറ്. യേശു ക്രിസ്തുവിൻ്റെ ജനിക്കുന്ന സമയത്ത് യേശുവിൻ്റെ 33 കൊല്ലത്തെ ഭൂമിയിലെ വാസവും അതിനുശേഷമുള്ള ശിഷ്യന്മാരുടെ വാസമൊക്കെ പഠിക്കുമ്പോൾ അന്ന് അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള അധികാരം കിട്ടിയിട്ടില്ല. 1948 അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള അധികാരം കിട്ടുന്നത്. ഇതൊക്കെ 10,000-2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിക്കുന്ന കാര്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ ആ കാലഘട്ടം പഠിക്കുമ്പോൾ യഹൂദന്മാർക്ക് അധികാരമില്ല. അന്ന് യഹൂദന്മാരെ ഭരിക്കുന്നത് റോമ ഗവൺമെൻറ്റാണ്. അങ്ങനെ റോമ ഗവൺമെൻറ്റിന് യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് നികുതി കൊടുക്കണം. അങ്ങനെ നികുതി പിരിച്ചു കൊടുക്കുന്ന ഒരാളിൻ്റെ പേരാണ് മത്തായി. മത്തായിയുടെ ജോലി എന്ന് പറയുന്നത് ടാക്സ് കളക്ടറാണ്, നികുതി പിരിവുകാരൻ, ടാക്സ് ചുങ്കം പിരിവുകാരൻ എന്നാണ് ബൈബിളിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അന്ന് ഭരിക്കുന്ന ഗവൺമെൻറ് റോമ ഗവൺമെൻറ്. ആ റോമ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അടിമകളായി പാർക്കുന്ന ആൾക്കാരാണ് യഹൂദന്മാർ.
യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ച് റോമാക്കാർക്ക് നികുതി കൊടുക്കുന്ന ടാക്സ് കളക്ടർ എന്ന ജോലിക്കാരനാണ് മത്തായി, അതുപോലെ സക്കായി. അവരൊക്കെ ആ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അന്ന് അങ്ങനെ ചുങ്കം പിരിവുകാർ ഒത്തിരി പേരുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ പത്രോസിൻ്റെ ലൈഫാണ്. ഒരു ദിവസം ഈ ചുങ്കം പിരിവുകാർ വന്നു. യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരൊക്കെ ചുങ്കം പിരിക്കാനുള്ള അവർക്ക് അതിനുള്ള പൈസ കൊടുത്തു. അന്ത്രയോസ് കൊടുത്തു, തോമസ് കൊടുത്തു, പിന്നെ യൂദ കൊടുത്തിട്ടുണ്ടാവണം, യോഹന്നാൻ കൊടുത്തു. അങ്ങനെ എല്ലാവരും കൊടുത്ത് നിൽക്കുമ്പോൾ ആ കൂടെ കൊടുക്കാൻ പൈസ ഇല്ലാതെ നിൽക്കുന്ന രണ്ടുപേരും, ഒന്ന് യേശുവും മറ്റൊന്ന് പത്രോസുമാണ്. ഈ ബൈബിളിനകത്ത് അങ്ങനെ വാക്യമുണ്ട്, പത്രോസിൻ്റെയിലും പൈസയില്ല, യേശുവിൻ്റെയിലും പൈസയില്ല. അപ്പോൾ ഈ പത്രോസിൻ്റെ കയ്യിൽ പൈസ 2 കാശ് കൊടുത്താൽ മതി. പത്രോസിൻ്റെ കയ്യിൽ 2 കാശ് ഇല്ല എന്നുള്ളത് പത്രോസ് ആരോട് പറഞ്ഞിട്ടില്ല. കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾ 11 പേരും പൈസ കൊടുത്തപ്പോൾ പത്രോസ് മാത്രം കൊടുക്കാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ കർത്താവിന് മനസ്സിലായി പത്രോസിൻ്റെ കയ്യിൽ നികുതി കൊടുക്കാനുള്ള പൈസ ഇല്ല. നീ പൈസ എടുക്കാൻ മറന്നുപോയോന്നോ, നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോന്നോ, പൈസ ഇല്ലയോ എന്നൊന്നും യേശു പത്രോസിനോട് ചോദിച്ചില്ല. പിന്നെ പറഞ്ഞ കാര്യം നിൻ്റെ കയ്യിൽ ചൂണ്ടലുണ്ടോ എന്നുള്ളതാണ്. ചൂണ്ടയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ ചൂണ്ടയും കൊണ്ട് നീ ചെല്ലുക, നീ മീൻ പിടിക്കുക. ആദ്യം ഒരു മീൻ കിട്ടും. ആ മീനിൻ്റെ വായിൽ ചതുർദ്രഹ്മ പണം ഉണ്ടാവും, 4 പണം. ആ മീനെ നീ പിടിക്കുക, അതിൻ്റെ വായിൽ ഈ പണമുണ്ട്. ആ പൈസ എടുത്തിട്ട് 2 കാശ് നിനക്കും 2 കാശ് എനിക്കും വേണ്ടി നികുതി കൊടുക്കാൻ വേണ്ടി യേശു പറയുന്ന ഒരു ബൈബിൾ ഭാഗം ഇതിനകത്തുണ്ട്. ഒരു നല്ല പോർഷൻ ഇതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ പത്രോസിൻ്റെ കയ്യിലെ ഇല്ലായ്മ പത്രോസ് യേശുവിനോട് പറഞ്ഞിട്ടില്ല. തൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ സഹോദരങ്ങൾക്ക് ആ കാര്യം അറിയത്തില്ല. യേശുവിന് പോലും ആ കാര്യം അറിയത്തില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് വന്ന് പത്രോസിൻ്റെ ശൂന്യത മനസ്സിലാക്കിയിട്ട് അതിന് സൊല്യൂഷൻ ഒരുക്കി കൊടുത്ത, അവന് വേണ്ട പൈസ കരുതി കൊടുത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ പത്രോസ് ഈ വാക്യം വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്, ഭയങ്കര ഉറപ്പായിട്ട് പറയുന്നത്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ഞാൻ ചോദിച്ചു, എന്താ പത്രോസ് ഇത്ര ഉറപ്പ്? എൻ്റെ ലൈഫിൽ കരുതിയിട്ടുണ്ട്. കരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ട എൻ്റെ ലൈഫിൽ എനിക്ക് കരം കൊടുക്കാൻ കർത്താവ് വഴി തുറന്നിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ ലൈഫിനകത്ത് ദൈവം, ഞാൻ ഈ പറഞ്ഞ വാക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്നോട് നിങ്ങളുണ്ടോ? എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് എന്നെനിക്കറിയത്തില്ല. ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നലകളിൽ ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് അത് വായിക്കുന്നവർക്ക് ആശ്വാസം വരുത്തുന്ന ഒരു പുസ്തകമാണ് ഈ ബൈബിൾ. സ്തോത്രം. അപ്പം കരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ട പത്രോസ് അങ്ങോട്ട് ഒരു വാക്കുപോലും പറയാതിരിക്കുമ്പോൾ ഇങ്ങോട്ട് ദൈവം തമ്പുരാൻ വന്നിട്ട് അതിനുള്ള വഴി തുറന്നു കൊടുത്ത് കരമടയ്ക്കാൻ കാശ് ഒരുക്കി കൊടുത്ത ആളാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി കരുതും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പ്രിയപ്പെട്ടവരോട് എനിക്കിന്ന് രാവിലെ ഈ പകൽ പരിശുദ്ധാത്മാവിൽ പറയാനുള്ളൊരു നല്ല ആശ്വാസ വാക്ക്. വ്യാകുലം ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് ഒത്തിരി നിരാശകളുണ്ട്. പല വാതിലുകൾ നിങ്ങൾ തട്ടി, പല വഴിക്ക് നിങ്ങൾ ചിന്തിച്ചു, പല റൂട്ടിൽ കൂടെ നിങ്ങൾ സഞ്ചരിച്ചു. എന്നാൽ ഇതുവരെയും നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അസാധാരണമായ ഭാരം നിങ്ങളുടെ കൂടാരത്തിൽ ഉണ്ടെന്നുള്ളത് ഒരു സംശയമില്ല. ഞാനിത് പറയുമ്പോൾ എനിക്ക് ശരിക്കും പരിശുദ്ധാത്മാവിൽ ആ ഫീൽ എൻ്റെ അകത്ത് വരുന്നുണ്ട്. സ്തോത്രം. ഒത്തിരി നിരാശകളും ഭാരവും ടെൻഷനും വഹിച്ച് മനസ്സ് കലങ്ങി നിൽക്കുന്ന ഒത്തിരി പേർ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളോട് ഇന്ന് ഈ പകലിൽ പരിശുദ്ധാത്മാ നൽകുന്ന ഒരു ദൂത്, നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിങ്കലിട്. ഉന്നതനായ ദൈവം, സകലരെയും ഭരിക്കുന്ന ദൈവം, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം, സകലർക്കും വേണ്ട വഴി തുറക്കുന്ന ദൈവം, സകലരെയും മാനിപ്പാൻ കരുത്തുള്ള ദൈവം, ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം, ആകാശത്തെ വിരിച്ച ദൈവം, നക്ഷത്രങ്ങളെ ശൂന്യതയിൽ കണിപ്പന്ത് പോലെ തൂക്കിയിട്ടിരിക്കുന്ന ദൈവം, വലിയ കടലിനെ സപ്തസാഗരത്തിന് പഞ്ചസാര മണൽ കൊണ്ട് അതിൽ നിശ്ചയിച്ച് അതിനെല്ലാം വേണ്ടുന്ന നിലയിൽ നിർത്തിയിരിക്കുന്ന ഉന്നതനായ ദൈവം. ആ ദൈവത്തിൽ നിങ്ങളുടെ ഭാരം ഒന്നിടാൻ പറ്റിയാൽ, നിങ്ങൾ ആ ദൈവത്തിൽ നിങ്ങളുടെ ടെൻഷനെല്ലാം ഒന്നിടാൻ പറ്റിയാൽ തീർച്ചയായും നിങ്ങൾ വ്യാകുലപ്പെടേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒത്തിരി ഭാരങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. എനിക്കൊരു കൊച്ചു ചർച്ച ഉണ്ട് ഇടുക്കി ജില്ലയിൽ ഏലപ്പാറയ്ക്ക് അടുത്തൊരു ചെറിയ എസ്റ്റേറ്റിനകത്ത് എനിക്കൊരു ചർച്ച ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ സൺഡേ ഞാൻ പ്രസംഗിച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. ഇന്ന് ആ സഭയിൽ പലരും പല പ്രയാസത്തിലാണ്. അവരോട് ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പോകുന്ന ഈ റൂട്ടിൽ കൂടെ ഞങ്ങൾ മുന്നമേ സഞ്ചരിച്ചവരാണ്. ഇപ്പം നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന റൂട്ടിൽ കൂടെ പോകുന്നു. എക്സാമിനേഷൻ ഇപ്പോൾ എക്സാം നടക്കുകയാണ്. അപ്പോൾ വലിയ പ്രയാസങ്ങൾ കുഞ്ഞുങ്ങൾ കൊണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ കൂടെ നമ്മൾ മുമ്പേ സഞ്ചരിച്ചതാ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന പല റൂട്ടിൽ കൂടെ സഞ്ചരിച്ചവരാണ് ഞങ്ങളൊക്കെ തന്നെ. കടഭാരത്തിൽ കൂടെയും രോഗത്തിൽ കൂടെയും നിരാശയിൽ കൂടെയും ഭാരത്തിൽ കൂടെയൊക്കെ നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ റൂട്ടിൽ കൂടെ ഇതിനു മുമ്പ് ഞങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. ഇപ്പോഴും പലപ്പോഴും അങ്ങനെ ആ റൂട്ടിൽ കൂടെ ഞങ്ങൾ പോകാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഞങ്ങളെ പിടിച്ച് നിർത്തുന്നത് കരുതുന്നൊരു ദൈവത്തിലുള്ള വിശ്വാസവും കരുതുന്ന ദൈവത്തിലുള്ള ഞങ്ങളുടെ ആശ്രയവുമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്
ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഉള്ളം തുറന്നു പറയുന്നു, ചിന്താകുലങ്ങൾ മാറ്റിക്കളയുക, നിരാശകൾ എടുത്തു കളയുക, പിന്നെ കരുതുന്നവനായ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ഇത് പത്രോസിൻ്റെ ഒരു ഭാഗം കൂടാണ്. പത്രോസ് പറയുന്നു, എനിക്ക് വേണ്ടി കരുതിയ ഒരു ദൈവമുണ്ട്, ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഇത് പത്രോസിൻ്റെ ഓരോ എക്സ്പീരിയൻസ്. ഇനി 1-2 എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഈ ബൈബിളിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് പറയാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം ബൈബിളിനകത്തുള്ളൊരു ഒരു സുവിശേഷമാണ്, ഒരു പുസ്തകമാണ്. ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഒരു സുവിശേഷം, യേശുക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു സുവിശേഷം ബൈബിളിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ 5-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ഇതുപോലെ പത്രോസിൻ്റെ ലൈഫിൽ തന്നെ ഉണ്ടായ വലിയൊരു വിടുതലിൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവൻ, അതിൻ്റെ 1-ാമത്തെ വാക്യം, അവനെന്നാണ് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു ഗെന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ യേശു കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ഇനി കേൾക്കണം. 4-ാമത്തെ വാക്യം, സംസാരിച്ച് തീർന്നപ്പോൾ യേശു ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ഷീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുവാറോളം നിറച്ചു എന്ന് ഈ ബൈബിളിനകത്ത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്തുള്ളൊരു വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ ഭാഗം ഒന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാലസ്തീനിൽ, ഇസ്രായേലിൽ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ ജനത്തിന് ഭയങ്കര അനുഗ്രഹമായിരുന്നു. കാരണം 1400 വർഷമായിട്ട് ദൈവത്തിൻ്റെ ശബ്ദമോ ദൈവാരാധനയോ ദൈവാലോചനയോ ഇല്ലാതെ ജനമിങ്ങനെ വരണ്ട് നിൽക്കുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ ആ സ്ഥലത്തേക്കുള്ള യെരുശലേമിലേക്കുള്ള യേശുവിൻ്റെ എൻട്രി. ആ 3.5 കൊല്ലത്തെ മിനിസ്ട്രിയുടെ ബിഗിനിങ് എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് ആശ്ചര്യമായിരുന്നു. കാരണം ലൈവായിട്ട് രോഗികൾ സൗഖ്യമാകുന്നു, യേശുവിനെ തൊടുന്നവർ സൗഖ്യമാകുന്നു, യേശുവിനെ തൊട്ടവർ സൗഖ്യമാകുന്നു, പക്ഷപാത രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നു, മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു, മരിച്ചവർ ഉയർക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിൽ കൂടെ ഒരു വിപ്ലവകരമായിട്ടുള്ള ശുശ്രൂഷകൾ യെരുശലേമിൽ നടക്കുന്ന സമയത്ത് യേശു എവിടെ പോയാലും യേശുവിൻ്റെ കൂടെ ഇങ്ങനെ പുരുഷാരെ പോകുക ആ സമയത്ത് സജീവമായ കാര്യമായിരുന്നു. എപ്പോഴും പുരുഷാരം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. സ്തോത്രം. അപ്പം അങ്ങനെ ഒരു ദിവസം യേശുവിൻ്റെ കൂടെ ഈ പുരുഷാരമെല്ലാം വന്നപ്പോൾ യേശു മുമ്പിൽ ഇങ്ങനെ നടന്ന് ഗന്നസരേത്ത് എന്ന് പറയുന്ന കടലിൻ്റെ കരയിലെത്തി. അവിടെ ചെന്നപ്പോൾ ഈ പുരുഷാരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരോട് കർത്താവിൻ്റെ വചനം പറയണമെന്ന് യേശുവിൻ്റെ അകത്ത് ആഗ്രഹം വന്നപ്പോൾ യേശു ചെയ്ത കാര്യം, ആ കരയിൽ 2 പടകുകൾ അടുത്ത് കിടക്കുന്നുണ്ട്. അതിലൊന്ന് ഞാൻ ഈ പറഞ്ഞ പത്രോസിൻ്റെ പടകാണ്. മറ്റേ പടക് ആരുടെയാണെന്ന് പറയുന്നില്ല, 2 എണ്ണം അടുത്ത് കിടക്കുകയാണ്. പത്രോസിൻ്റെ പടകിലോട്ട് യേശു കയറിയിട്ട് പറയുകയാണ്, പത്രോസെ, പടക് ഒരല്പം ഒന്ന് നീക്കാമോ? പത്രോസ് പറഞ്ഞു, കുഴപ്പമില്ല, നീക്കാമെന്ന് പറഞ്ഞു. ഇന്നത്തെ രസകരമായ കാര്യം, പടക് നീക്കുന്നതിന് മുമ്പ് പത്രോസ് അവിടെ വല കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. മുക്കുവന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്നാണ് ആ വല കഴുകുക എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയിൽ മീൻപിടുത്തത്തിന് ശേഷം ഒന്നും കിട്ടിയില്ലെങ്കിലും അവർ വല കഴുകാതെ വീട്ടിൽ പോകത്തില്ല. വല കഴുകി വൃത്തിയാക്കിയിട്ട് പോകത്തുള്ളൂ. അതിൻ്റെ പിമ്പിലെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇന്നേ കിട്ടാഞ്ഞതുള്ളൂ, നാളെ ഞങ്ങൾക്ക് കിട്ടും, നാളെ കിട്ടും. ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷൻ, ഒരു ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരാണ് മുക്കുവന്മാർ. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ ഒഴികെ ബാക്കി 1-2 പേരൊഴികെ ബാക്കിയുള്ളവരൊക്കെ മുക്കുവന്മാരാണ്. അതിന് കാരണം ഇന്ന് കിട്ടിയില്ലെന്ന് ഓർത്ത് നിരാശപ്പെടാറില്ല, അടുത്ത ദിവസം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവരുടെ അകത്തുള്ളവരാണ്. ഇവിടെ നോക്കൂ, യേശു ആ പടകിൽ കയറി അക്കരയ്ക്ക് ശകലം നീക്കാൻ പറഞ്ഞു. ശകലം നീക്കി അവിടെ ഇരുന്ന് പുരുഷാരത്തോട് നല്ലൊരു മെസ്സേജ് യേശു പറഞ്ഞു. മെസ്സേജ് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതിന് മുമ്പ് പത്രോസിൻ്റെ പടകിൽ നോക്കി. ഇത് നേരം വെളുക്കുമ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത്, പകലാണ്, രാവിലെയാണ് വല കഴുകുന്നത്. നോക്കിയപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. യേശുവിന് മനസ്സിലായി, ഒരു രാത്രി മുഴുവൻ പത്രോസ് അധ്വാനിച്ചിട്ടും പത്രോസിനൊന്നും കിട്ടിയിട്ടില്ല എന്ന് യേശുവിന് മനസ്സിലായി. എന്നിട്ട് യേശു പറയാണ് പത്രോസിനോട്, ആഴത്തിൽ നീ വല വീശാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടി, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ വല വീശിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കുന്നു എന്ന് പറഞ്ഞു വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം പത്രോസിൻ്റെ പടകിൽ കിട്ടി. പത്രോസിന് മാത്രമല്ല, മറ്റ് 2 പടകൾ കൂടെ നിറയപ്പെട്ടു എന്ന് അവിടെ പറയുന്നുണ്ട്. ഞാൻ പറയാൻ വന്നൊരു കാര്യം, പത്രോസ് ഒരു ഫാമിലിയുള്ള ആളാണ്. പത്രോസിൻ്റെ അമ്മയ്ക്ക് പനിയായി കിടന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. യേശു അമ്മേനെ സൗഖ്യമാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മാവിയമ്മ ഉണ്ടെങ്കിൽ നോർമലി തനിക്ക് ഭാര്യ ഉണ്ടാവാം, കുഞ്ഞുങ്ങളുണ്ടോ ഇല്ല കാര്യം നമുക്ക് ബൈബിളിനകത്ത് തെളിവില്ല, എന്നിരുന്നാൽ പോലും സാധ്യത ഉണ്ടാവാം. അപ്പോൾ ഈ മനുഷ്യൻ്റെ ലൈഫ് മുമ്പോട്ട് പോകുന്നത് ഈ മീൻപിടുത്തം മുഖാന്തരമാണ്.
ഈ ഫിഷിങ് മുഖാന്തരമാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഈ മനുഷ്യൻ രാവിലെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കൈയും വീശിക്കൊണ്ട് പോയാൽ ആ കുടുംബത്തിനകത്തുണ്ടാകുന്ന ഭാരം എന്തോണ്, അവരുടെ പ്രതീക്ഷകൾ എവിടെയാണ്, എന്തൊക്കെയാണെന്ന് കർത്താവിന് നിശ്ചയമായിട്ട് അറിയാം. സ്തോത്രം. അത് മനസ്സിലാക്കിയ ദൈവം തമ്പുരാൻ കരം വീശി അവനെ വിടാതെ വലതുഭാഗത്തേക്ക് വീശാൻ പറഞ്ഞിട്ട് പെരുത്ത മീൻകൂട്ടം അവൻ്റെ കയ്യിൽ അവൻ്റെ പടകിൽ കൊടുത്തു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊന്നും നമ്മുടെ ഈ ശൂന്യതയോ നമ്മുടെ ഈ വേദനകളൊന്നും അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മനസ്സിലാകുന്ന ആളല്ല ദൈവം. ഇങ്ങോട്ട് വന്ന് മനസ്സിലാക്കാൻ കരുത്തുള്ളവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങൾ നീ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് വന്ന് മനസ്സിലാക്കാൻ കരുത്തുള്ള, നിന്റെ തലമുറയുടെ വിഷയങ്ങൾ ഇങ്ങോട്ട് വന്ന് മനസ്സിലാക്കാൻ കരുത്തുള്ള, നിന്റെ രോഗവിഷയങ്ങൾ ഇങ്ങോട്ട് വന്ന് മനസ്സിലാക്കാൻ കരുത്തുള്ള ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നത്. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു കിഴവിക്കഥയല്ല. ലൈഫിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ദൈവാനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇന്ന് പകൽ പറയുന്നത്. ഹല്ലേലൂയ. ഒന്നുമില്ലാതെ ഭാരപ്പെട്ടവൻ്റെ പടകിനകത്ത് ദൈവം അവരെ നിറച്ചു. അതിനകത്ത് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പാകെ പറയാം. സാധാരണ മീൻപിടുത്തത്തിന് പോകുന്നില്ല, രാത്രിയിലാണ്. എന്തുകൊണ്ടാണ് രാത്രി മീൻ പിടിക്കാൻ പോകുന്നത്? എനിക്കതിനെപ്പറ്റി കൂലങ്കക്ഷമായിട്ട് അറിയത്തില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. രാത്രിയിൽ പോകുന്നതിൻ്റെ പ്രത്യേകത, വലം വീശുന്നവരുടെ നിഴൽ മീൻകൂട്ടം കണ്ടാൽ അങ്ങോട്ട് വരത്തില്ല. ഈ വലം വീശുന്നവൻ്റെ നിഴൽ കണ്ടാൽ, സൂര്യപ്രകാശത്തിൽ നിഴൽ കണ്ടാൽ മീൻകൂട്ടം അങ്ങോട്ട് വരത്തില്ല, അത് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് കഴിയുന്നത് രാത്രിയിൽ ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിഴലില്ല, മീനെ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇവിടെ യേശു പിടിച്ച മീൻകൂട്ടം രാത്രിയല്ല, പകലാണ്. രാത്രിയിലല്ല, പകലാണ്. സ്തോത്രം. പകല് എന്നിട്ട് പത്രോസോട് പറയുന്നു വല വീശുക. ആ പകല് പത്രോസ് വല വീശി. ആ പകലിൽ രാത്രിയിൽ കിട്ടാത്ത മീൻ പകല് കിട്ടി. അപ്പോൾ അർത്ഥം എന്നെ സിസ്റ്റം ചേഞ്ച് ചെയ്തു. ഇതുവരെ രാത്രിയിലാണ് സിസ്റ്റം, രാത്രിയിലേ നടക്കത്തുള്ളൂ. പക്ഷേ യേശു ആ സിസ്റ്റങ്ങൾ ചേഞ്ച് ചെയ്തു. ആ പ്രവണത മാറ്റി. ഇന്ന് പകൽ ഞാൻ തുറന്നു പറയുന്നു, ഇങ്ങനെയൊക്കെ പോയെങ്കിലേ ഇങ്ങനെയൊക്കെ കിട്ടൂ, ഇതുപോലെയൊക്കെ പോയെങ്കിലേ ഈ വഴിക്കൊക്കെ വരാൻ പറ്റൂ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലെ ചിന്ത. പക്ഷേ യേശു നിന്റെ പടകിനകത്തുണ്ടെങ്കിൽ, നീ അവനിൽ ആശ്രയിക്കുന്നെങ്കിൽ, നിന്റെ സിസ്റ്റങ്ങൾ മുഴുവൻ ചേഞ്ച് ചെയ്ത് അത്ഭുതങ്ങളുടെ കലവറകൾ നിന്റെ കൂടാരത്തിൽ തുറക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായും അത് വിശ്വസിക്കുന്നു. ഇത് പറയുമ്പോൾ എൻ്റെ അകത്തൊരു അസാധാരണമായ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പലരുടെയും മനസ്സ് ഇന്ന് പകൽ ശാന്തമാകുകയാണ്. ഇത് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സ് സ്വസ്ഥമാകുകയാണ്. അസാധാരണമായ ഭാരം അനുഭവിച്ചുകൊണ്ട് രോഗക്കിടക്കിൽ നിന്നുകൊണ്ട് ഇതൊക്കെ കേൾക്കുന്ന ഒത്തിരി പേര് എൻ്റെ മുമ്പിലുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് പകൽ സ്വർഗം നിങ്ങളെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിന്റെ ഭാരവും നിന്റെ വിഷമവും ദൈവത്തിങ്കിലിട്, യേശു ക്രിസ്തുവിലിട്. നിശ്ചയമായും നിന്നെ പുലർത്താൻ എൻ്റെ ദൈവം ശക്തനാണ്. അവിടെ പറയുന്ന ഒരു വാക്ക് എന്നെ അസാധാരണമായി സ്പർശിച്ചിട്ടുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്താരവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്ക് എഴുതാണിരിപ്പിൻ. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്ക് എഴുതാണിരിപ്പിൻ. ബലമുള്ള കൈ. ഇസ്രായേൽ മക്കളെ അടിമത്തം മാറ്റി 430 കൊല്ലത്തെ അടിമത്തം മാറ്റി അവരെ വിടിവെച്ച ദൈവത്തിൻ്റെ ബലമുള്ള കൈ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ നടത്തിയ ദൈവത്തിൻ്റെ ബലമുള്ള കൈ, പത്രോസിനെ പരിപാലിച്ച ദൈവത്തിൻ്റെ ബലമുള്ള കൈ, നിങ്ങളുടെ മുമ്പാകെ പ്രസംഗിക്കുന്ന എൻ്റെ ലൈഫിനകത്ത് അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തിൻ്റെ ബലമുള്ള കൈ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് നിരാശ വേണ്ട. ഭാരങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാം. കരുതുന്നവനായൊരു ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നിശ്ചയമായും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ വഴികളും നിങ്ങളുടെ ജീവിതത്തിൽ പകരാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇരിക്കുന്നിരിപ്പിൽ ഒന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, ഒന്ന് കണ്ണടയ്ക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകൾ നിങ്ങളുടെ മുമ്പാകെ തുറന്നു വരും, സംശയമില്ല. പൂർണ്ണമായും നമുക്കതിൽ വിശ്വസിക്കാം. പത്രോസിന് വേണ്ടി കരം കൊടുക്കാൻ പൈസ കരുതിയ ദൈവം, പത്രോസിൻ്റെ കുടുംബത്തിന് വേണ്ടി ആഴക്കടലിൽ മീൻ കരുതിയ ദൈവം, സ്തോത്രം, വീണ്ടുമുണ്ട്. പത്രോസിന് വേണ്ടി പിന്നെയും 153 വലിയ മീൻ നിറച്ചൊരു വല പത്രോസ് വലിച്ചു അടുത്ത ഫിഷിങ്ങിൽ. അപ്പോൾ അവിടെയും ഒക്കെ പത്രോസിന് വേണ്ടി കരുതിയ ഉന്നതനായൊരു ദൈവത്തെ പറ്റിയ പത്രോസിൻ്റെ വിവരണം ഇവിടെ. അതുകൊണ്ട് പത്രോസിനെ സഹായിച്ച ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ലോകത്തിലുള്ള സകലമാന ജനത്തെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുമടച്ചാട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ ഈ മെസ്സേജ് കേട്ട ഈ പ്രിയപ്പെട്ട ദൈവമക്കൾക്കായി, ഈ ശ്രോതാക്കൾക്കായി സ്തോത്രം. ഒത്തിരി ഭാരം അനുഭവിക്കുന്ന, ഒത്തിരി വിഷം അനുഭവിക്കുന്ന, ഒത്തിരി നിരാശ അനുഭവിക്കുന്ന ഒത്തിരി പേർ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. തീർച്ചയായും ഇന്ന് പകൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികൾ നിൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ തുറക്കണം എന്ന് താഴ്മയോടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവേ,
എല്ലാ മഹത്വവും എല്ലാ വിടുതലും സ്വർഗം അവിടുന്ന് പകരണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം അവിടുന്ന് പകരുന്നത് കൊണ്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പം ഞങ്ങൾ കടപ്പെട്ടവരാണ്. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കണം. നിങ്ങൾ വിളിക്കുന്ന നമ്പറുകൾ അപ്പം തന്നെ ഞങ്ങൾ കുറിച്ച് വെച്ച് എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പ്രയറ്റോറുണ്ട്. 3-4 സഹോദരിമാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും, ഞങ്ങളും പ്രാർത്ഥിക്കും. നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. അതുകൂടാതെ എല്ലാ തിങ്കളാഴ്ചയിലും എൻ്റെ വീട്ടിൽ വെച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഞാൻ താമസിക്കുന്നത് കോഴഞ്ചേരിക്കടുത്ത് എരുമക്കാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആറന്മുളയ്ക്ക് അടുത്തൊരു സ്ഥലമാണ്. അവിടെ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് എല്ലാ തിങ്കളാഴ്ചയും ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് കടന്നു വരാൻ നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുന്നു. കടന്നു വരുന്നവർക്ക് വേണ്ടിയെല്ലാം അവിടെ പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.